ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൂവി ചോട്ട. അപ്പോൾ നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. നമ്മളപ്പോൾ യാഷിൻ്റെ സ്കൂൾ വരെ പോവുകയാണ്. ഇന്ന് അവന് PTA മീറ്റിംഗ് ആണ്. ഏകദേശം 3 മണിയാകാറായി. 3:45 അപ്പോൾ ഞാൻ റെഡിയായി. ഹൗ ഇസ് മൈ ഔട്ട്ഫിറ്റ്? സെറ്റല്ലേ? പോയല്ലോ. അപ്പോൾ റെഡി ആയിട്ടോ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങൾ അറിയാം, പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മളോട് എൻ്റെ കൂടെ ഇപ്പോൾ ഒരു കാണിച്ചു തരാം. സ്കൂളും എങ്ങനെ ഒരു മാതാവ് PTA മീറ്റിങ്ങിന് പോകണം എന്നുള്ളതിനൊരു ഐഡിയ എന്ന് തരാം. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, പിന്നെ എൻ്റെ ഒരു പുതുമയാണ് പോയിട്ട് വരാം എന്തായാലും. പുതിയ സ്കൂളല്ലേ, അപ്പോൾ പുതിയ വിശേഷങ്ങളായിരിക്കുമല്ലോ. പുതിയ ടീച്ചറിനെയൊക്കെ കണ്ട് നമുക്ക് സ്കൂളൊക്കെ കണ്ടിട്ട് വരാം. പോരെ. പുതിയ സ്കൂളാണ്, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. അപ്പുറത്ത് പണി നടക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്ന പകുതിയും കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് നോക്കാം, പോകാം. അപ്പോൾ ഓട്ടോയിൽ കയറി 3:45 ചെന്നാൽ മതി. എന്നാലും ഒന്ന് കറങ്ങിയിട്ട് പെട്ടെന്ന് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു പുതിയ കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ ഉള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ കുട്ടി എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അവൻ പുതിയ സ്കൂളിലോട്ട് മാറിയല്ലോ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ കൂടെ പോരെ, ബാ പോവാം നമുക്ക് സ്കൂൾ വരെ. അപ്പോൾ നമ്മൾ നേരെ ആ ഓട്ടോ എടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൊച്ചു വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഓട്ടോ തന്നെ ശരണം. വേറെ ആരും കൊണ്ടുപോകാനില്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ കയറി തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിമുക്കെത്തി, ഇനി നേരെ കോളേജ് ജംഗ്ഷൻ. അപ്പോൾ എന്നെ പോലുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഈ ഓട്ടോയിൽ ഇരുന്ന് ദിവാസ്വപ്നങ്ങൾ കാണുന്നവരെ. ഞാൻ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും ഭൂമിയുടെ അച്ചുതണ്ട് എങ്ങനെയാണ് കറങ്ങുന്നതെന്നൊക്കെ ആലോചിക്കുന്നത് ഈ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ വെളിയിലേക്ക് തള്ളിയിട്ടാണ്. അപ്പോൾ പല രീതിയിലുള്ള ചിന്തകളാണ് എനിക്കെപ്പോഴും ഈ ട്രാവൽ ടൈമിൽ വരാറുള്ളത്. അപ്പോൾ എന്നെ പോലുള്ളവർ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നേരെ നമ്മുടെ കോളേജ് ജംഗ്ഷൻ എത്തി. കോളേജ് ജംഗ്ഷന് എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കഥകൾ പറയാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാനും പഠിച്ചതും കുറേ സ്കൂളിങ്ങും അതിൻ്റെ ട്യൂഷനും ഒക്കെ നടത്തിയതും എല്ലാം ഈ കോളേജ് ജംഗ്ഷനാണ്. ഒട്ടുമിക്ക കൊല്ലംകാരുടെ മക്കളും ഒക്കെ പഠിച്ചത് ഈ കോളേജ് ജംഗ്ഷനെ ചുറ്റിപ്പറ്റി ആയിരിക്കണമല്ലോ. കുറേ സ്കൂളുകളും ഒക്കെ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മുടെ SN കോളേജ്, മുസ്ലിം കോളേജിൽ പഠിച്ചവർ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കൈലാസൊക്കെ അത്യാവശ്യം നല്ലൊരു വലിയ ഷോപ്പിംഗ് മാളായിരുന്നു അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ. ഇപ്പോൾ അത് പൂട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ SN ട്രസ്റ്റിൻ്റെ അടുത്തെത്തി. അപ്പോൾ SN ട്രസ്റ്റിൽ ചെന്നപ്പോൾ അവിടെ ജനഗണമന പരിപാടിയായിരുന്നു നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അറ്റൻഷനിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്കൂൾ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയം 3:45 3:30 കേട്ടോ. അപ്പോൾ 3:30 നമ്മുടെ പരിപാടി. ഈ പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്ക് സ്കൂള് ഭണ്ടാരം മിസ് ചെയ്യുന്നു ഗൈസ്. എന്ത് രസമാണല്ലേ സ്കൂൾ ലൈഫ്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കത്തിപ്പോകണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അത് വേറെ കാലം. പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇത് ദൂരെ നിന്ന് കാണുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഓരോ മക്കളെയും ഓരോ പേരൻസ് വന്ന് വിളിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ എന്നെയൊക്കെ വിളിക്കാൻ വന്ന കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്നെ ഒരു ഏകദേശം 7ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ സ്ഥിരം കൊണ്ടുവിടുകയും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ലൈനിലൊക്കെ നിന്നിട്ടുണ്ട്, വീട്ടുകാരെ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് മോങ്ങിയിട്ടുണ്ട് വരാൻ താമസിക്കുമ്പോൾ. ഇപ്പോഴും ഉണ്ടോ പിള്ളേർ അങ്ങനെ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും സങ്കടം വരുമല്ലോ നമുക്ക് നമ്മളെ മാത്രം വിളിക്കാൻ വന്നില്ലെങ്കിൽ. അപ്പോൾ ഈ വെള്ള കളർ ഉടുപ്പിട്ട് നിൽക്കുന്ന ടീച്ചർമാർ ഓരോ മക്കളെ ഇങ്ങനെ എത്തേണ്ടടുത്ത് എത്തുന്നത് വരെയും കാത്തു നിന്ന് അവരെ സുരക്ഷിതമായി എത്തിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ കൂടെ ചിലപ്പോൾ പണ്ട് സ്കൂളുകളിൽ അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ കാത്തു നിൽക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ അവൻ്റെ സ്കൂളിൽ അവൻ്റെ ക്ലാസ്സിലെ ടീച്ചർ എന്നെ ഇങ്ങനെ എവിടോട്ടാണ് പോകേണ്ടതെന്നൊക്കെ ഗൈഡ് ചെയ്ത് വിട്ടു. അങ്ങനെ അകത്ത് കയറി കേട്ടോ. അപ്പോൾ പരിപാടി നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഓപ്പൺ ഹൗസ് അല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പോയി കാണണം, അപ്പോൾ അവൻ്റെ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ ഇതൊരു നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാ പേരൻസിനെയും ഒരുമിച്ച് ഇരുത്തി അവരുടെ അഭിപ്രായങ്ങളൊക്കെ തിരക്കി ഇങ്ങനെ ഈച്ച് ആൻഡ് എവറി വൺസ് കൺസേൺ ഇങ്ങനെ കേട്ട് അതിനുള്ള ഒരു മറുപടിയൊക്കെ ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ പ്രധാന അധ്യാപകരുണ്ടായിരുന്നു, PT അംഗങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു അടിപൊളി പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പല സ്കൂളുകളിലും അത് അങ്ങനത്തെ പരിപാടി കാണാറില്ലല്ലോ. ഓപ്പൺ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പർട്ടിക്കുലർലി നമ്മുടെ ടീച്ചറിനെ പോയി കാണുന്നു. അങ്ങനെ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റ് ABC അങ്ങനെയുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും അധ്യാപകരുണ്ടായിരുന്നു. അവരവരുടെ സ്വയം പരിചയപ്പെടുത്തി പിന്നെ ഓരോ പേരൻസ് അവരുടെ കൺസേൺസ് ഒക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കാൻ ആരും എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് കിട്ടിയില്ല. അപ്പോൾ വേറെ പേരൻസ് ഒക്കെ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ വേറെ ലാംഗ്വേജിൽ നിന്നുള്ള പേരൻസും ഉണ്ടായിരുന്നു കേട്ടോ. ഹിന്ദിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ കൺസേൺസ് പറഞ്ഞു. അവർക്ക് നമ്മൾ പറയുന്ന പകുതി മനസ്സിലാവാറില്ല. അപ്പോൾ അവരവരുടെ കൺസേൺസ് എണീറ്റ് നിന്ന് പറഞ്ഞു. പിന്നെ ഈച്ച് ആൻഡ് എവ്രിബഡി പറയുന്ന കാര്യങ്ങൾ അവർ അത്രയും ശ്രദ്ധയോടെ കേൾക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ നിഷ ടീച്ചർ ആയാലും, നിഷ ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ, നിഷ മാഡം. അപ്പം പുള്ളിക്കാരി അവിടുത്തെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യവും ടീച്ചർ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഓരോ പേരൻസും ആർക്കും അങ്ങനെ ഒരു പറയാൻ അവസരം ഇല്ലായിരിക്കില്ലായിരുന്നു. അവസാനം വരെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിലും പറയാം എന്നൊക്കെ. അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ വാല്യൂ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ സന്തോഷം. പിന്നെ ചായയും വടയൊക്കെ തന്നു. ഇങ്ങനൊരു പരിപാടി എൻ്റെ ലൈഫിൽ ആദ്യമായിരുന്നു കേട്ടോ. ഞാൻ വേറെ സ്കൂളിൽ മോനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും
ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു PTA മീറ്റിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ടീച്ചർ ലാസ്റ്റ് അഡ്രസ്സ് ചെയ്തു കേട്ടോ. ഞങ്ങളെല്ലാവരെയും വന്നതിലും സംസാരിച്ചതിലും ഒക്കെ നന്ദി പറയുന്നതൊക്കെ കണ്ടപ്പോൾ ഒരു നല്ല പരിപാടിയായിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ ആയിരിക്കണ്ടേ പേരൻറ്സ് മീറ്റിംഗ്. അല്ലാതെ നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ മാത്രം കാര്യങ്ങൾ വന്ന് പറഞ്ഞ് പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് കേൾക്കാതെ ആരെയും പരിചയപ്പെടാതൊക്കെ പോകുന്നത് ഒരു നല്ല പരിപാടിയല്ല. അപ്പോൾ ഞങ്ങൾ നിശ്ചയിച്ചത് ഓരോരുത്തരോടും കാര്യം പറഞ്ഞ് പോകുന്നത് കാണാം. അപ്പോൾ ഞാനും കാര്യം പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇതാണ് നിശ്ചയിച്ചിട്ട് ഇരിക്കുന്ന സ്പേസ്. അതിൻ്റെ അപ്പുറത്താണ് ഫീസൊക്കെ അടയ്ക്കുന്ന കൗണ്ടറും ഒക്കെ കാര്യങ്ങളും. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി. അവൻ്റെ പേരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും ബാക്കി മക്കളുടെ കാര്യങ്ങളും ഒക്കെ പൊതുവായിട്ട് ചർച്ച ചെയ്തു. കുറച്ച് അഭിപ്രായം പറഞ്ഞു, പക്ഷേ വീഡിയോ കിട്ടിയില്ലെന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് വലിയ പാരഗ്രാഫൊക്കെ പഠിക്കാൻ പാടാന്നുള്ളത് ഒരു പൊതു അഭിപ്രായം ആയതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ. അതിനൊരു മറുപടി എല്ലാവരും ക്ലാപ്പ് അടിച്ച് സമ്മതിക്കുകയും ചെയ്തു. അത്രയും പറ്റില്ല എന്ന് കുറച്ച് തരുമായിരിക്കും. അങ്ങനെയൊക്കെയല്ലേ PTA മീറ്റിംഗ്. നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പോയിട്ട് വന്നു ഗൈസ്. അപ്പോൾ ബാക്കിയൊന്നും നിങ്ങൾ കാണിക്കുന്നില്ല. എന്താണ് പള്ളിമുക്കും തട്ടാമലയൊക്കെ കാണിക്കാൻ എന്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കാര്യം പറയാം. നമ്മൾ മക്കളുടെ PTA മീറ്റിങ്ങിന് പോകുമ്പോൾ നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇനി എന്തായിരിക്കണം നെക്സ്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വലിയ ക്വസ്റ്റ്യൻ ആൻസർ, ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഒരു ഒരു ഉള്ളടക്കം നിങ്ങളോട് പറയാം. അപ്പോൾ വാട്ട് ഈസ് സെൻസ് ഓർഗൻ? സെൻസ് ഓർഗൻ ഈസ് എ പാർട്ട് ഓഫ് ദ ബോഡി, അല്ല സെൻസ് ഓർഗൻ എന്നല്ല, ദ പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഹെൽപ്പ് us ടു സീ, ഫീൽ, ഹെൽപ്പ്, ടേസ്റ്റ് ഈസ് കോൾഡ് സെൻസ് ഓർഗൻ. ഇതിനകത്ത് സെൻസ് ഓർഗൻ തൊട്ട് ബാക്കി എല്ലാം നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായിരിക്കും. അത് നമുക്ക് ഒരിക്കലും കുഞ്ഞുങ്ങളെ അത് മൊത്തത്തിൽ അത് മഗപ്പ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, ഒരുപാട് പേര് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഐ ഫീൽ ഹാപ്പി ആൻഡ് കണ്ടന്റ്. അങ്ങനെ ആയിരിക്കണം വേണ്ടത് അല്ലേ. നമ്മുടെ മക്കളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത് ഉയർത്തണം, പറയേണ്ടടുത്ത് പറയണം. ഇതിപ്പോൾ ആരാണ് എന്താണെന്നൊന്നും അല്ല, പക്ഷേ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാനേ ഉള്ളൂ. അവർക്കിപ്പോൾ എണീറ്റ് നിന്ന് പറയാൻ പറ്റുമോ എനിക്കിത് പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കണം.